യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ, സംഭവങ്ങളൊക്കെ ഈ പിള്ളേരെ സ്വാധീനിക്കുന്നുണ്ടാകാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളും സമാനമായ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ കുട്ടികളൊക്കെ പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം. പക്ഷേ ഈ 16 വയസ്സുള്ള പെൺകുട്ടികൾ തനിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അവർ സുരക്ഷിതരല്ല, പല അപകടങ്ങളും സംഭവിക്കാം. അത്തരത്തിലൊരു തിരിച്ചറിവാണ് ഈ കുട്ടികൾക്ക് വേണ്ടത്. ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പ്രതികൾ നടത്തിയത് കോടികളുടെ ഇടപാടുകളെന്ന് വിജിലൻസ്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തെന്നാണ് നിഗമനം. കൈക്കൂലി പണം ഉപയോഗിച്ച് ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിവരവും വിജിലൻസിന് ലഭിച്ചു. ഒന്നാം പ്രതിയും ഇ ഡി ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR-ൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പരാതി, അതിൽ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയി. 3 പ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥരെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? കാരണം 30 കോടിയിലേറെ രൂപ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഈ ഇ ഡി ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ട്, കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിലും ഈ ശേഖർ കുമാർ, കഴിഞ്ഞ ദിവസം മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, 2 പേരുടെ പേരുകൾ പറഞ്ഞു കേട്ടു. ശേഖർ കുമാർ കേസിൽ 1-ാം പ്രതിയാണ്. കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി ഇടപാടുകളിൽ പങ്കുണ്ടെന്ന വിവരങ്ങൾ വിജിലൻസിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഈ രീതിയിലാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഈ 3 പ്രതികൾ, ഇടനിലക്കാരായ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അതോടൊപ്പം തന്നെ വിജിലൻസ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലുമാണ് ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ഇവർ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ കുറേ നാളുകൾ, ഏതാണ്ട് 3 വർഷത്തിലധികമായിട്ട് ഇവർ ഈ സംഘം ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയും അധികം രൂപ ഈ കാലം അത്രയും കൊണ്ട് ഇവർ സമാഹരിച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഒരു ഇടനിലക്കാരൻ കൂടിയ മുകേഷ് ഇതിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് പറവൂർ പുത്തൻവേലിക്കരയിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, മറ്റു പലരുടെ പേരിലും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാൻഡ് വാല്യൂ എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുകയിലേക്കെല്ലാം തന്നെ എത്തുന്നത്. ഇങ്ങനെ ഈ സംഘം തന്നെ വീടുകളും വസ്തുക്കളും എല്ലാം തന്നെ ഈ രീതിയിലേക്ക് തരപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ചിരുന്നത് മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ കമ്പനിയെക്കുറിച്ച് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് ഇവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നെങ്കിൽ അവർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഈ കേസെന്ന് പറയുമ്പോൾ ഈ ഒരു റാക്കറ്റുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇങ്ങനെ ഈ ഇതിലൂടെ ലഭിക്കുന്ന പണം എങ്ങനെയാണ് ഇവർ അക്കൗണ്ടബിൾ ആക്കുന്നത് എന്നതാണ് അന്വേഷിക്കുന്നത്. അതിന് അവർക്കും പണം നൽകുന്നുണ്ടാകാം. സാധാരണഗതിയിൽ വൻതോതിലുള്ള ഈ പണം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കൈക്കൂലി, അത് ഏത് രീതിയിലാണെങ്കിലും, എത്ര ചെറിയ തുകയാണെങ്കിലും ഈ അക്കൗണ്ട് വഴി ഒന്നും തന്നെ നൽകുന്നൊരു ശീലങ്ങളോ നമ്മൾ കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുവാനും അത്തരം കാര്യങ്ങൾ വിശ്വാസ്യത ഉറപ്പിക്കുവാനും എല്ലാം ഈ സംഘം ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവരിലേക്ക് തന്നെ പണമായിട്ട് ഈ പണം പിന്നീട് കറങ്ങി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ആസൂത്രിതവും വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിൽ വളരെ കൃത്യത പുലർത്തിയതുകൊണ്ട് തന്നെയാണ് ഈ ശേഖർ കുമാറിലേക്ക് മൊഴികളുടെ അടിസ്ഥാനത്തിൽ എത്താൻ മാത്രമാണ് വിജിലൻസിന് കഴിഞ്ഞിട്ടുള്ളത്. കുറെ കൂടി തെളിവുകൾ കൂടി ഇക്കാര്യത്തിൽ സമാഹരിക്കേണ്ടതുണ്ട് എന്ന് വിജിലൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു തെളിവുകളിലേക്ക് പോകണമെങ്കിൽ പരിശോധനകൾ ആവശ്യമാണ്. ഈ മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിനെ മറയാക്കിയാണ് ഈ കൈക്കൂലി ഇടപാടുകൾ നടന്നത്. ഈ കൈക്കൂലി പണം വെളുപ്പിച്ചത് എന്ന വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ കമ്പനിയെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? ആരുടെ കമ്പനിയാണ്? അതിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ബന്ധം എന്താണ്?
ടോമി, കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം അക്കൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് അതിൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വിടുവാൻ വിജിലൻസ് തയ്യാറായിട്ടില്ല. കാരണം അതിൽ പരിശോധന നടത്തുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനി ഉടമകൾ അതോടൊപ്പം തന്നെ അവരുടെ മറ്റു സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഭാഗം, ഫിനാൻസ് വിഭാഗം ത്തിലുള്ള മറ്റു സ്റ്റാഫുകൾ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഈ കമ്പനിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ വിജിലൻസ് പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ പൂനെയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. നാളുകളായിട്ട് ഇതിലേക്ക് അക്കൗണ്ടിൽ പണം വന്നതായിട്ടുള്ള വിവരങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കൃത്യതയോടുകൂടി വിജിലൻസ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകുന്നത്. എന്തായാലും അവർക്കിതിൽ കൃത്യമായ റോൾ ഉണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. അല്ല എങ്കിൽ ഇങ്ങനെ ലഭിക്കുന്ന പണം ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ 4 ഗഡുക്കളായിട്ട് നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് ചെറിയ തുകയല്ല. ഇത്രയും വലിയ തുക ഈ അക്കൗണ്ടിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്, വിദേശത്തേക്ക് അയക്കുന്നു, പിന്നീട് തിരികെ എത്തുന്നു എന്നെല്ലാമാണ് പറയുന്നത്. അതപ്പോൾ വളരെ സങ്കീർണമായ, വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ്. അപ്പോൾ ഇതിന് വലിയൊരു നെറ്റ്വർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം എന്നത് ഇപ്പോൾ വിജിലൻസിന് സംശയമുണ്ട്. പക്ഷേ അവരിലേക്കെല്ലാം എത്തണമെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയാണ് വിജിലൻസ് ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് കൃത്യമായ തെളിവുകൾ വേണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പിടിയിലായവരുടെ ഗാഡ്ജറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലത്തിലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളുണ്ടാകുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇപ്പോഴുള്ള കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അവരുടെ വിജിലൻസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ കസ്റ്റഡി കൂടുതൽ ദിവസങ്ങളിലേക്ക് വേണമെന്നൊരാവശ്യം വിജിലൻസിനുണ്ട്. അത് ഒരുപക്ഷെ ഈ പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കാം അത്തരമൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുക. ഏതായാലും ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ വിജിലൻസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അവർ ആവർത്തിക്കുന്നുണ്ട്, മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയത്. പക്ഷേ കൃത്യം തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജിലൻസ് ഉള്ളത്. ടോം. യെസ്, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കത്തിലാണ് വിജിലൻസ്. തുടർന്ന് സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകും. കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചനകളും. ഇടവേള.